ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 4 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാമെന്നുള്ളത്. ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാൻ അതിൽ ഫോളോ ചെയ്യണത് കേട്ടോ. ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഇതുപോലെ നമ്മൾ 2 ലെയർ ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഈ കാണിക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണണ്ടോ, ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷേപ്പ് വിഡ്ത്തിനേക്കാളും ഇരട്ടി വേണം. ഈ ഒരു ഫസ്റ്റ് നെറിയിടേണ്ട ഭാഗം, അതിൻ്റെയും ഇരട്ടി വേണം ഈ താഴത്തെ നെറിയിടുന്ന ഭാഗം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് കട്ടിങ് മെത്തേഡിലേക്ക് പോവാം. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്തുള്ള കട്ട് പീസ് വെച്ചിട്ട് ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വീഡിയോ കാണുന്നതിലൂടെ ജസ്റ്റ് ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ഒരു പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ആ ഒരു പെറ്റിക്കോട്ടിനെ എങ്ങനെ ചെറിയ ഷെമ്മീസ് കേട്ടോ, ആ ഒരു പെറ്റിക്കോട്ടിനെ എങ്ങനെ നമുക്ക് 2 ലെയർ ആയിട്ടുള്ള ഒരു ഫ്രോക്കാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് അത്രയും നീറ്റായിട്ടൊന്നും പറയണില്ല കേട്ടോ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് കണ്ടാൽ മതിയാവും. എന്നാലും ജസ്റ്റ് ഞാൻ ചീണ കൂടത്തിൽ പറഞ്ഞു പോവാം. 5 ഇഞ്ച് ഷോൾഡറും 2 ഇഞ്ച് നെക്ക് വിടുത്തുമാണ് കേട്ടോ. ഈ 2.5 ഇഞ്ച് ബാക്ക് നെക്കും 3.5 ഇഞ്ച് ഫ്രണ്ട് നെക്കുമായിട്ടാണ് വരിക. 4 ഇഞ്ച് ആം ഹോള് കൈക്കുഴിയും ഈ 8.5 അല്ലെങ്കിൽ ഒരു 9 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് ഷേപ്പ് ലെങ്ത്താണ് കേട്ടോ. 7.5 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വിടുത്ത് വരുന്നത്, ചെസ്റ്റ് ഭാഗം വരുന്നത്. 7.25 ഇഞ്ചാണ് ഷേപ്പ് വരുന്നത്. ഇതുപോലെ ഓരോ ഇഞ്ച് ബാക്കിലോട്ട് വെച്ച ശേഷം ഷേപ്പ് കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണതും മാർക്ക് ചെയ്യണതും ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതിയാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ എല്ലാവരും ഒരേപോലെ മെഷർമെൻറ്റ് കാണിക്കുക, അതുപോലെ കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരിത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോണത് കേട്ടോ. മനസ്സിലാവാത്തവർ ജസ്റ്റ് ആ വീഡിയോ കാണുക. നമുക്കിത് അതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു മെഷർമെൻറ്റിൽ നിന്ന് ചെറിയൊരു മാറ്റം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നമ്മളെ ഡൗൺ ലെങ്ത്ത്, അടിഭാഗത്തെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് 24 ഇഞ്ചാണ്. ഇതിൽ നമ്മൾ 2 ലെയറായിട്ട് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യണം, ആ 24നെ 2 ഭാഗമാക്കി മാറ്റണം. 12, 12 അങ്ങനെ. അതൊന്നും ഞാൻ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. താഴത്തെ ഭാഗത്ത് നിന്ന് 24 ഇഞ്ചിനെ 2 ഭാഗമാക്കിയിട്ട് മാറ്റിയെടുക്കണം. ഞാൻ 2 കളറിലാണ് ചെയ്യണത് കേട്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് കട്ട് പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്ത് കാണിക്കാമെന്ന് കരുതിയിട്ട് ഇടുന്ന വീഡിയോ ആണിത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരും എനിക്ക് മെസ്സേജ് വഴി അറിയിച്ചാൽ മതിയാവും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവരും അതുപോലെ സ്റ്റിച്ചിങ് കുറച്ചറിയാം, കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും വീഡിയോ മാക്സിമം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു ഇതിലുണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. കറക്റ്റ് ആയിക്കോണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയാണ് വരുന്നത്. നിങ്ങൾ കറക്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ടിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ഇന്നെ ഫോളോ ചെയ്യരുത്, കറക്റ്റായിട്ട് മാക്സിമം കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടോപ്പിന് മുകൾ പോർഷനിൽ മാത്രമേ ലൈനിങ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ, താഴത്തെ പോർഷനിൽ ചെയ്തിട്ടില്ല. താല്പര്യം എല്ലാവരും മെസ്സേജ് വഴി അറിയിക്കാൻ. ജസ്റ്റ് ഡബിൾ ലെയർ ഇതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കണത് കേട്ടോ. ഓരോ ഇഞ്ച് ബാക്ക് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ വീതി എത്ര ഉണ്ട് നോക്കി നോക്കാം. 12.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 25 ഇഞ്ചാണ്. പ്ലസ് ആ ഒരു തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 27 ഇഞ്ചാണ്. മാക്സിമം 27 ഇഞ്ച് തന്നെ നമുക്ക് നെറിട്ട് കൊടുക്കുന്ന ഭാഗം കിട്ടണം. ഇനി 28 ആയാലും 29 ആയാലും 30, 40 ആയാലും കുഴപ്പമില്ല, പക്ഷേ കമ്മി ആവാണ്ട് മാക്സിമം നോക്കണം കേട്ടോ. കാണാണ്ടോ, ഞാനിവിടെ ഒരു 14.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല, കമ്മി ആവാതെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ കാണാണ്ടോ, ഇതുപോലെ ഇതാണ് നമ്മുടെ കറക്റ്റ് വീതി. ഇപ്പോൾ കാണാണ്ടോ ഇരട്ടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആവും. ആ ഫോൾഡ് നിർത്തുമ്പോൾ അതിൻ്റെ ഇരട്ടി വീതി നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയും മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഇതുപോലെ ഒരു പീസും കൂടി എടുക്കണം, കാരണം ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും വേണം. ഇത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് എടുക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും
ഒരു 60 ഇഞ്ച് വീതി ഇതാ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരുന്നുണ്ട്, കാണാണ്ടോ. ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം, കാണാണ്ടോ. 30 ഇഞ്ച് വരുന്നുണ്ട്, ഫ്രണ്ടിലേക്ക് 30ഉം അതുപോലെ ബാക്കിലേക്ക് 30ഉം. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് പീസ് എടുക്കുമ്പോൾ ആ 30ൻ്റെ ഇരട്ടി വേണം കേട്ടോ, 60 ഇഞ്ച്. ഇനി 60 ഇഞ്ച് കിട്ടിയിട്ടില്ല, ഒരു 56 ഇഞ്ച് 55 ഇഞ്ച് അങ്ങനെയൊരു പ്രശ്നമില്ല, വല്ലാണ്ട് കുറയാൻ പാടില്ല. അപ്പോൾ ഒരുപാട് നെറി കമ്മിയാവും. ഇത് മാക്സിമം ഒരു ആവറേജ് രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടാൽ ആ ഒരു നെറി എത്ര ഉണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് ആ ഡ്രസ്സിൻ്റെ നെറി എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്രത്തോളം കൂട്ടിയെടുക്കണോ അത്രത്തോളം ഡ്രസ്സ് ഭംഗി കൂടുകയുള്ളൂ. നെറിവ് എത്രത്തോളം വരുന്നോ അതിൻ്റെ ഇരട്ടി ഭംഗി കൂടും, കാണാണ്ടോ. ആ വൈറ്റ് മെറ്റീരിയലിനേക്കാളും അതിൻ്റെ ഇരട്ടി ഞാൻ ആ ഒരു റോസ് കളറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതുപോലെ വെച്ച് കൊടുക്കാം. കാരണം ഏറ്റവും അടിയിൽ 60 ഇഞ്ച്, അതിൻ്റെ മുകളിൽ 30 ഇഞ്ച്, അതിൻ്റെ ഏറ്റവും മുകളിൽ കാണാണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഏറ്റവും മുകളിലത്തെ 25ൻ്റെ ഇരട്ടി, അതിൻ്റെ ഇരട്ടി അങ്ങനെയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. വീണ്ടും പറയണ വീതി കൂടിയാലും ഒരുപാട് കമ്മി ആവാണ്ട് നോക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. സ്റ്റിച്ചിങ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ വീഡിയോസിലും ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ ഒരുപാട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മളെ മാർക്കിങ്ങും കട്ടിങ്ങും ഭയങ്കര നീറ്റ് ആവാൻ നോക്കുക. സ്റ്റിച്ചിങ് നമുക്കപ്പോൾ വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു ചേഞ്ച് വരുന്നത് എന്താ ചോദിച്ചാൽ, ഞാനിതിൻ്റെ കൈക്കുഴി ആം ഹോള് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ ക്രോസ് പീസ് നല്ല ഭാഗത്ത് വെച്ചിട്ട് ബാക്ക് സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലൊക്കെ, ഇനിയിപ്പോൾ ഭംഗി എന്നല്ല, നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ കട്ട് പീസുകളോ സാരികളോ ഒക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ക്രോസ് പീസ് കൈ ഇല്ലാണ്ട് അടിക്കാന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എപ്പോഴും ബാക്ക് സൈഡിൽ ഇട്ടിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുക്കാൻ നോക്കുക. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനും ഇത് അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തോട്ട് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ അത് ഒട്ടും സ്പീഡ് കൂട്ടാതെ കറക്റ്റ് ചെയ്ത് കാണിക്കണം. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ലെവലിൽ തന്നെ ഫോളോ ചെയ്തോട്ടേ കരുതിയിട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് ഫുള്ള് ആഡ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗത ഇതുപോലെ നല്ല പീസും ലൈനിങ് പീസും സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ എക്സ്ട്രാ വരുന്ന ലൈനിങ് പീസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റണം. കറക്റ്റ് നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടത്, അതിൽ വരുന്ന തുണികളൊക്കെ ഏതാണോ അധികം വരുന്നത് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അളവ് കറക്റ്റ് അല്ലേ ഒന്നുകൂടി നോക്കി നോക്കുക. അതാ 8 ഇഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പീസും കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തയ്യൽ തുമ്പ് കാണാത്ത ജോയിൻറ്റ്, അതുപോലെ കൈക്കുഴി ഒട്ടും തയ്യൽ തുമ്പ് കാണാത്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ചെയ്യണത് ക്രോസ് പീസ് നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് ആ ഒരു ഉടുപ്പിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പിൽ ചെയ്യണത്. ഏത് ടൈപ്പാണോ നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ ഓരോരോ വീഡിയോയിൽ ചെയ്തതുപോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. കാണാണ്ടോ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ആം ഹോൾ കൈക്കുഴിയാണ് കേട്ടോ. അതിൻ്റെ മുമ്പ് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ആ ഓരോ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബാക്ക് സൈഡിൽ ഇട്ടിട്ട് ഫ്രണ്ട് സൈഡിലോട്ടാണ് കേട്ടോ ഞാൻ ക്രോസ് പീസ് വെക്കുന്നത്. കാരണം ഇതിൻ്റെ നല്ല മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലൊക്കെ ഒരു കളർ ആയതുകൊണ്ട് ഞാൻ വെക്കണ പോർഷൻ ഏതാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവില്ല. ഞാനിത് വെക്കുന്നത് ചീത്ത ഭാഗത്താണ്, എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ആ ഡ്രസ്സിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഞാൻ തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണത് നല്ല ഭാഗത്തേക്കാണ് കേട്ടോ.
പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അത് വൈറ്റ് ത്രെഡിലാണ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എൻ്റെ സ്റ്റിച്ചിങ് എന്താ ഏത് സ്റ്റിച്ചിങ് പോയിൻ്റുകൾ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് ത്രെഡിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് നൂലെന്നെ വെച്ചിട്ട് ത്രെഡ് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. വീട്ടിൽ ഇതുപോലെ 3 വയസ്സ് 4 വയസ്സ് അതുപോലെ 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. സ്റ്റിച്ചിങ് പഠിക്കണവർക്ക് വീട്ടിൽ അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അവർ ഇട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഭംഗിയുണ്ട് എങ്ങനെ. ഇതിപ്പോൾ ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്, മുട്ട് വരെയല്ല, ഫുൾ ലെങ്ത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഉടുപ്പ് ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് വരിക, ഡ്രസ്സ് ചെയ്യുമ്പോൾ വരിക. ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രോസ് പീസ് കൊടുത്തിട്ടുള്ളത്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണേ, ബാക്ക് സൈഡിലോട്ട് വെച്ചിട്ട് അത് നല്ല സൈഡിലോട്ടാണ് തിരിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇത് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാരും കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളൊരു സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യണ കാണിച്ചാൽ മതിയാവും. ഈ വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ തന്നെ പൊക്കോട്ടേക്ക് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാണ്ടോ നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കൈക്കുഴി കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് പോയത് കാണാണ്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ അതങ്ങനെ വരിക. ഇനി നമുക്ക് നേറിട്ട് കൊടുക്കുന്ന രീതി നോക്കാം കേട്ടോ. 2 ടൈപ്പിന് അവിടെ കാണിക്കുന്നുണ്ട്. നേറി നിങ്ങൾ എന്നെ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കണം കേട്ടോ. അത് ഒരിക്കലും എനിക്ക് പഠിപ്പിച്ച് തരാനോ ഒന്നിനും കഴിയില്ല. അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് ആ ഒരു തുണിയിൽ നല്ല വശം വെച്ചിട്ടാണ് നേറിട്ട് കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. നമ്മളിതുപോലെ ആ ഒരു മുകളിലത്തെ പീസിൽ തന്നെ വെച്ചിട്ട് ഞൊറിയിട്ട് കൊടുക്കൽ. ഇനി അഥവാ ഞൊറി ഇട്ടിട്ട് വന്നിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അഴിച്ചിട്ട് ക്ലിയർ ചെയ്യണം. എനിക്കെന്തോ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണാണ്ടോ. ഇപ്പോൾ നമ്മളെ ഞൊറി ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പ്ലീറ്റ്സ് മൊത്തം നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാണ്ടോ. 1 സൈഡ് ഫുൾ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു കുഞ്ഞു പെറ്റിക്കോട്ട് ഷെമ്മീസ്, ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സൈഡ് ജോയിൻ്റ് ചെയ്തെടുക്കാണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷെമ്മീസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കാണാണ്ടോ. ചെറിയൊരു കുട്ടികളെ ഷെമ്മീസ് പോലെ മുട്ട് വരലൊരു ഷെമ്മീസ് ആവും ഇതിപ്പോൾ ആ കുട്ടിക്ക്. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് നെറിടേണ്ട വേറെ രീതി കൂടി നോക്കാം കേട്ടോ. 14.5 ഇഞ്ചാണ് ഇവിടെ വരുന്ന വീതി മൊത്തം. അതിൽ 1 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യണം അവിടെ 1 ഇഞ്ചും അവസാനിക്കണം അവിടെ 1 ഇഞ്ചും മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ നെറിയിട്ട് കൊടുക്കാൻ. ഇതുപോലെ ആ തുണി മാത്രം നെറിയിട്ട് കൊടുക്കുക. വീണ്ടും ഞാൻ പറയണ, നെറി നിങ്ങൾ ഇട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒരിക്കലും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ തന്നെ അത് ഇട്ടിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ നെറിയിട്ട ശേഷം കറക്റ്റ് അളവ് നോക്കി വെക്കുക. 14.5 ഇഞ്ചുണ്ടോ കറക്റ്റ്. ഞാൻ അത് കുറച്ച് കൂടുതലോ കമ്മിയോ വരികയാണെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട രീതി കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാമല്ലോ നോക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയണില്ല. ഇനി ഇതുപോലെ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നെറിട്ട് കൊടുക്കുമ്പോൾ ഞാൻ കമ്മി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ കാണാണ്ടോ നമുക്ക് ചെറിയൊരു പെറ്റിക്കോട്ട്, ചെറിയൊരു ഷെമ്മീസ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 സൈഡ് ജോയിൻ്റ് ചെയ്തപ്പോൾ നമുക്കൊരു കുട്ടി ഷെമ്മീസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയൊരു പെറ്റിക്കോട്ട് സ്റ്റിച്ചിങ് എങ്ങനെ, ഒരു ഡബിൾ ലെയർ ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ 2 മെത്തേഡും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ. കാണാണ്ടോ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നെറിട്ട് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി നമ്മളെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കഴിയും. ഇതുപോലെ നല്ല വശം വെച്ചിട്ട് ഞാൻ ചെയ്യണ മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. താഴത്തെ തുണി ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുന്നുണ്ട്, നല്ല വലിക്കാണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് മുകളിലത്തെ തുണി ജസ്റ്റ് നെറിട്ട് അങ്ങനെ. താഴത്തെ തുണി നമ്മൾ മെഷീൻ പോണതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ലൂസാക്കി വിടണം കേട്ടോ. അതല്ല ഇങ്ങനെ നെറിയിടുക വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. 2 ടൈപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ തോന്നുന്നു വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാണ്ടോ. ഇതുപോലെ ഞാൻ താഴത്തെ തുണി ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് മുകളിലത്തെ തുണി ലൂസാക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെറികൾ നിങ്ങൾ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് നെറിയിട്ട് കൊടുത്തിട്ട് കാണാണ്ടോ. എനിക്കത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗം. മറ്റേ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട്. കമ്മി വന്നാൽ എന്താ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡബിൾ ലെയർ ഫ്രോക്ക് 1 സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, കാണാണ്ടോ.
ഇപ്പോൾ ഈ ഒരു ഞൊറി ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ എടുക്കാന്നുണ്ടെങ്കിൽ അത്രയും പൊങ്ങി കിടക്കുന്ന ഒരു ഉടുപ്പായിട്ടാണ് നമുക്ക് കിട്ടുക നല്ല ഭംഗിയിൽ അരഭാഗത്തും. പക്ഷേ അരഭാഗത്ത് ഞൊറി കമ്മിയായാലും അടിഭാഗത്തെ ഞൊറി കൂട്ടിയെടുത്താലും നല്ല ഭംഗിയാണ്. ഇനി ഇതാ നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ ഞെറിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് ഞെറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ നല്ല ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അരഭാഗത്ത് നോക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടി, അടിഭാഗത്ത് വൺ സൈഡ് നോക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഈ സൈഡും കൂടി നമുക്കൊന്ന് നോക്കിയാൽ ഇപ്പോൾ അതാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴത്തെ ഭാഗത്തെ വീതിയും നമ്മൾ ഈ ഞെറി ഇട്ട് കൊടുത്ത മെറ്റീരിയലിൻ്റെ വീതിയും കറക്റ്റാണോ എന്നുള്ളതാണ്. ഇതുപോലെ വെച്ച് നോക്കി നോക്കുക. കാണാണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ കമ്മി വരുന്നുണ്ട്. ഒന്നുകൂടി നോക്കിക്കോട്ടെ, 2 ഇഞ്ചോളം കമ്മി വരുന്നുണ്ട്. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചെടുക്കുക. അങ്ങനെ ഞാനിവിടെ കമ്മിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇനി നമുക്കത് എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളത് നോക്കുക. അതാ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് പൊട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ഞെറി ഒരു 2 ഞെറിയെങ്കിലും നമ്മളിതാ ഒന്നിങ്ങോട്ട് ലൂസാക്കി ഇട്ട് കൊടുക്കുക, ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതാ നമ്മൾ വെച്ച് നോക്കി നോക്കുക കറക്റ്റാണോ. കാണാണ്ടോ ഇപ്പം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൂടുതലാണ് ഞെറിയിട്ടത് തോന്നുകയാണെങ്കിൽ ടെൻഷനും വേണ്ട, നമ്മളെ ഞെറി ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, ഒന്നും കൂടി ഉള്ളിലേക്ക് ഫില്ലാക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, 2 സ്റ്റിച്ച് എല്ലാ ഭാഗവും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ എല്ലാതും ഓരോ സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് കട്ട് പീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോൾ ചെയ്യാന്നുണ്ടെങ്കിലും ഈ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ കാണണ്ട നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലൊരു 3, 4, 5 വയസ്സിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഓരോ ഇഞ്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ മടക്കി എടുക്കുക, ലോക്ക് ചെയ്യേണ്ടവർ ലോക്ക് ചെയ്യുക, അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവരും കുറച്ചൊക്കെ അറിയാം എന്നുള്ള ആൾക്കാരും സ്റ്റിച്ചിങ് പോയിൻ്റുകൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരും ഈ വീഡിയോ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടിലെ കുട്ടികൾക്കൊന്ന് ജസ്റ്റ് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് നോക്കുക, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതത്ര ഫ്ലെയറേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഞെറിയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലെയറിൽ ഇതുപോലെ ഉടുപ്പ് കിട്ടും കേട്ടോ. എല്ലാവരും നോക്കുക. ഇനി ഉടുപ്പല്ല പെറ്റിക്കോട്ടായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആ ലെയറിൽ മാത്രം നിർത്തുക, സെക്കൻഡ് ലെയർ കൊടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഷെമ്മീസായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ടും പുതിയ പുതിയ ഐഡിയാസായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.